അളിയൻസ്. ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് നിന്റെ കുടുംബ പ്രശ്നമല്ല? കുടുംബത്ത് പ്രശ്നമാവും, പക്ഷെ എൻ്റെ കുടുംബത്തല്ല, അളിയൻ്റെ കുടുംബത്തിൽ. എന്തോന്നല്ലേ കാര്യം പറയണേ? ഇതവര് പിടിക്കാൻ ആള് വരുന്നുണ്ട്. അന്ന് 50 രൂപ തട്ടിയില്ലേ തന്നെ? എൻ്റെ ആളിയാന്ന് സഹകരണ ബാങ്കിൽ നിന്ന് 50,000 എൻ്റെ ഉടായ്പിൽ തട്ടിയില്ലേ? ഉടായ്പിൽ എടുത്ത് ഓർമ്മയുണ്ട് അളിയന്. അത് തന്നെ ആ പൈസ ഇപ്പം തിരിച്ചടയ്ക്കണം, ഓഡിറ്റിന് ആള് വരുന്നുണ്ട്. ആ അല്ല, അത് ഇന്നാളല്ലേ ഓഡിറ്റിങ് കഴിഞ്ഞത്. എൻ്റെ അളിയ ഇത് ആരോ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പരാതി ചെല്ലുമ്പോഴേ ഇമാര് ഇന്നലായിട്ട് ഓഡിറ്റിങ്ങിന് വരുന്നത്. അളിയ ഇത് എത്രയും പെട്ടെന്ന് കൊണ്ട് അടയ്ക്കാൻ നോക്കി, ഇല്ലേ കിടന്ന് ഓടേണ്ടി വരും. പിന്നെ അളിയ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അളിയൻ്റെ അടുത്ത് അന്ന് 50,000 ഒരു 10,000 ചോദിച്ച ഓർമ്മയുണ്ടാകും. അന്ന് അളിയ എനിക്ക് തന്നില്ലല്ലോ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ 10,000 കിടന്ന് ഓടേണ്ടി വരും. സാറേ, 10 രൂപ ഞാനൊന്ന് ചോദിച്ചിട്ടത് തരാത്തത് നീ മനസ്സിൽ വെക്കല്ലേ. നമുക്കിപ്പോൾ ഒരു 50 രൂപ എവിടെയെങ്കിലും മറിക്കാനുള്ള വഴിയുണ്ടെങ്കിൽ ഒന്ന് പറയാം. എൻ്റെ അളിയൻ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചല്ലോ. എൻ്റെ അളിയ ഇതാ ഈ വെള്ളേ ഉള്ളു. അളിയ ഒരു 1000 രൂപ തന്നായിരുന്നു, ഞാൻ വാത്താങ്കര ഉമ്മയുടെ വീട്ടിൽ വരെ ഒന്ന് പോയി. ഉണ്ടോ? തരാം, ഉണ്ടോ? 3-4 ദിവസം മാറി ഇരിക്കാൻ വേണ്ടിയിട്ടോ. നിന്റെ അടുത്തുണ്ടോടാ? ശരി ശരി, പൊക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എന്തെങ്കിലും ചെയ്താൽ മതി. ആ വാ. ഇഷ്ടം. ഒരു നാരങ്ങ വെള്ളത്തിന് പോലും ഉപയോഗമില്ലാത്ത കുറെ എണ്ണത്തിനാണ് പാർട്ടി പിടിച്ചിട്ടായത്. ഒരു ബൈക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടം തുടങ്ങാം. അതും വണ്ടു പണിയാലാടാകുമ്പോഴത്തേനും പൈസ കിട്ടും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇങ്ങോട്ടും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലേ, നീ കോഴി മുട്ടയിട്ടിട്ട് അടയിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നാൽ അത് വിരിയൊന്നുമില്ല, വെളിയിലോട്ടൊക്കെ ഇറങ്ങും, ഇല്ലെങ്കിൽ സംശയം തോന്നുന്നു. ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ഇതിനകത്ത് എടുത്തുകൊണ്ട് പോയാലോ? ആരെടുക്കാൻ? എൻ്റെ മച്ചമ്പി എൻ്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കരുത്. 2.5 വയസ്സുള്ളപ്പോൾ ലാസറളയപ്പം എന്നെ പറമ്പിൽ കയറി പറിച്ച പറങ്ങാണ്ടി രാത്രി ഞാൻ ഉറങ്ങിടപ്പോൾ എൻ്റെ പോക്കറ്റിൽ കൈയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് മുട്ടായിട്ടില്ല. നല്ല വിശ്വാസം. ചെറുതിലെ അറിവില്ലാത്ത പ്രായത്തില് ഇപ്പൊ വലുതായി അറിവും കൂടി ഇപ്പൊ നിങ്ങളുടെ കള്ളത്തരം വളർന്ന് വലുതായി. എനിക്കറിയാം. ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു. അതറിഞ്ഞ നീ പറയല്ലേ ചോരയാണെന്നൊക്കെ. ആ ചോരയായിരുന്നു ഇന്നലെ വരെ. ഇന്നലെ ഒറ്റ ദിവസം ഉണ്ടാവും വിശ്വാസം പോയി. നിങ്ങൾ ഒരു പരിചയമില്ലാത്ത പോലെ എൻ്റെ അടുത്ത് ലാഭത്തിന് വീശിയത് ആണോ? നീയും അങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചത്. ഞാൻ തോന്നിച്ചു. അത് പോട്ടെ. ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? എങ്ങനെയാണ് പറ. ചീമ്പൻ വൈകിട്ട് വരും. ചീമ്പൻ ഈ സാധനമായിട്ട് നാറുകോലോ കന്യാകുമാരിൽ പോയി വിറ്റിട്ട് പൈസ കിട്ടാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെ, നമുക്ക് ഇവിടെ 2-3 സേട്ടുമാരുണ്ട്. ഈ സാധനം വിശാലം എന്തായാലും ശേഷം പരാതി കൊടുക്കാൻ ചെല്ലും. അപ്പോൾ അവർ അന്വേഷിക്കുമ്പോൾ ചുറ്റോട്ടത്തോടെ എല്ലാ സ്വർണ്ണങ്ങളും തപ്പും. നമ്മളെങ്ങാനും വിൽക്കാൻ ഞാൻ CCTV കൂട്ടുണ്ട്, എല്ലാം തീരും. ഇതാകുമ്പോൾ നാറുകോലോ കന്യാനും ആരും പേടിക്കണ്ട, അവൻ ഡീൽ ചെയ്തോളും. ഇവിടെ ഒരു 10,000 കൊടുത്താൽ മതി. അവരിത് ഇത്ര റിസ്ക് എടുത്ത് രാത്രിക്ക് രാമാനം പോയി കൊണ്ടുവരുന്നില്ലേ. പിന്നെ പൈസ നാളെ മറ്റന്നാൾ കൊണ്ടുവരും. ഇവിടെ മറ്റന്നാളൊന്നും പറ്റൂല, നാളെ പൈസ കിട്ടണം. അച്ഛമ്മ ഇങ്ങനെ പൈസക്ക് ധൃതി വെച്ചാൽ പൈസക്ക് അത്ര അത്യാവശ്യം ഉണ്ടോ? ഇതിപ്പോ കിട്ടിയില്ലായിരുന്നു എന്തോ ഇതന്നെ. ഇത് കിട്ടിയില്ലെങ്കിലും അത്ര അത്യാവശ്യം അത് അത്യാവശ്യം തന്നെ. എന്താ അത്യാവശ്യം? ഇത് നീ നേരത്തെ പറഞ്ഞില്ലേ, പറയുന്നൊക്കെ പറഞ്ഞു സഹകരണ സംഘത്തിന്റെ. അത് പൈസ കിട്ടുമ്പോൾ കിട്ടാൻ പോരെ? അല്ലടേ, അത് ഓഡിറ്റിങ്ങിന് വന്നേക്കും. അതല്ലേ, നാളെ പൈസ കയ്യിൽ വെക്കണം. ഒരു കാര്യം ചെയ്യാം, ചീമനോട് നാളെ തന്നെ എത്തിക്കാൻ പറയാം. അവൻ എന്തായാലും പോയി അങ്ങോട്ട് പോയ ചീമ്പന്റെ കൂടെ പോയി പൈസ വാങ്ങിച്ചോണ്ട് അവനെ വിശ്വസിക്കാം. അവൻ ഇന്ന് കൊണ്ടുവന്നോളും. നമ്മൾ ഇന്ന് മാറണ്ട ഇവിടുന്ന്, ആദ്യം പണിയാവും. പിന്നെ കത്താവായിട്ട് കൊണ്ട് തന്നേത്. പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ കുറച്ച് നേരത്തെ ആലോചിച്ചു, ഏതോ പാവങ്ങളുടെ സ്വർണ്ണമാണല്ലോ, അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ അത് വിറ്റ് ആ പൈസ നമ്മുടെ അടുത്ത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. എങ്കിലും സാഹചര്യം ഞാനിതോടെ കൊണ്ട് ഇട്ടേക്കട്ടെ. എവിടെ? ആ കിട്ടിയെടുത്ത്. എന്തിന്? തെറ്റല്ലേ? എടാ എന്തെങ്കിലും പറഞ്ഞ അത് നമ്മളൊരു മനസ്സമാനത്തിന് വേണ്ടി പറയണല്ലേ. അതെ,
കർത്താവ് ഇപ്പം ഇത് നമുക്ക് അറിഞ്ഞു തന്നാണ്. അത്ര മാത്രം വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പൊ ചീമന്റെ അടുത്തല്ല. ഓക്കെ, ഇതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ വേണ്ട. സാധനം സുരക്ഷിതമായിട്ടുണ്ടല്ലോ. എവിടെ നോക്കാം. സാധനം എന്റെ കയ്യിൽ നിന്ന് ഒരാൾ കൊണ്ടുപോകത്തില്ല. അരേ കിടന്ന് രണ്ട് മേലോട്ട് വിരിച്ച്, അതുകൊണ്ട് അതൊരു ലോക്കായി. ഇവിടെ വെച്ചിട്ടാണ് നീ മോഷണം പോകുന്നു പറഞ്ഞത്. അതെ, ഒന്ന് കണ്ട് കൊതി തീരട്ടെ. 8:30, 8:45, 9. ഒരു 7 ചില്ലറ. 7 വെച്ചോ. ഏകദേശം കിട്ടുന്നൊരു എത്ര വെച്ച് കിട്ടുമെന്നൊരു ധാരണ ഉണ്ടല്ലോ. അല്ല, ഉണ്ട്. അവനോട് വൈകിട്ട് അവനോട് പറയണം. ചീമ്പൻ തേക്കില്ലല്ലോ. ചതിക്കത്തില്ല. ചീമ്പൻ എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ ധാരണ പറഞ്ഞ പോലെ 50 വെച്ച് തന്നല്ലേ. ഇനിയിപ്പം നിനക്ക് അത്ര സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടെ അധികം തന്നു. ചേട്ടൻ അതിലൊന്നും സങ്കടമില്ല കേട്ടാ. ചേട്ടൻ്റെ സ്നേഹം ഞാൻ ഇന്നലെ കണ്ടതാ. കാര്യങ്ങളൊക്കെ സ്പീഡാക്കിയോ. ഇനി ഇവിടെ ഇറങ്ങി ആരെടുത്തും വലിയ വർത്താനം വേണ്ട. ഒന്നുമില്ല. അറിയാതെ വായിന്നൊന്നും പുറത്തു കേട്ടല്ലോ. ഇല്ല, ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്ക് തുള്ളൽ പനിയായിട്ട് റൂമിൽ ഇരിക്കാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞോളാം. ഒരു ഗ്രാമിന് 6760, പവന് 55,080. ഒരു ഗ്രാമിന് 6760, 7 പവൻ. 7 പവനായപ്പോൾ ഒരു പവൻ 8 ഗ്രാം. 8 ഗ്രാമിന് 8 ഗ്രാം 8 56. 56 ഇൻറ്റു 6760, 6760, 6500 ഇടാം. 56 ഗുണം 6500. 56,600, 3,64,000. 50. അപ്പോൾ ഒരു 1,4 ലക്ഷം. സ്വർണത്തിന്റെ വില പോണ പോക്കേ. ലക്ഷോന്നൊക്കെ പറഞ്ഞത്. അല്ല, സ്വർണത്തിന്റെ വില കൂടട്ടേന്ന്. സ്വർണം മേടിക്കാൻ പോവാ. സ്വർണം മേടിക്കാൻ പോവാ. ഈ വീട്ടില് തങ്കമല്ലേ ഉള്ളൂ. അപ്പൊ കുറച്ച് സ്വർണം കൂടെ വാങ്ങിച്ചു വെക്കാന്ന് വെച്ചു. എന്റെ പൊന്നെ, കുറച്ച് സ്വർണ്ണമൊന്നും വേണ്ട. എന്റെ 2 ചിമിക്കി കമ്മൽ അവിടെ പണയനിരിപ്പില്ലേ? അരപ്പവന്റെ അല്ലേ? അരപ്പവനാണെങ്കിലും അതൊരു ആവശ്യത്തിന് കൊണ്ടുവന്ന് വെച്ചതല്ലേ, അതെടുത്തു തരാൻ പറ്റും. എടുത്തു തരാം, ബഹളം വെക്കണ്ട. ഓ, സ്വർണം സ്വർണം എടുത്തിട്ട് ഒരു അരപ്പവനും കൂടെ ഞാൻ വാങ്ങിച്ചു തരാം. അയ്യോ, എനിക്ക് വേണ്ട. ഓ, ഈ പറച്ചില് മാത്രമേ ഉള്ളൂ എന്നും. പൈസ വരാനുണ്ട് തങ്കം, പൈസ വരാനുണ്ട് തങ്കം. എവിടെ വരുന്നത്? ആൾക്കാർക്കൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് മാത്രം ഒരു ആട്ടുംപൂട പോലും കിട്ടുന്നില്ല. അതേപോലെയുള്ള രാഷ്ട്രീയക്കാർ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ അഴിമതിക്കാരനാണ്, കൈക്കൂലി മേടിക്കുന്നവനാണ്, അഴുക്കയാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഈ കുടുംബത്തോട്ടൊന്നും വരുന്നില്ല. ഓഹോ, ഞാനേ കറകളഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ്. അഴിമതി ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനോട് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കായിരുന്നു. അതിനകത്ത് എന്താ ലക്ഷങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതെ, ലക്ഷങ്ങൾ. എനിക്ക് ഒരുപാട് കണക്കൂട്ടലുകളുണ്ട്. അതാണ്, എനിക്ക് ഇച്ചിരി പൈസകൾ വരാനുണ്ട്. അത് ഏതാണ്ട് വന്നോണ്ടിരിക്കുകയാണ്. വന്ന് ഇവിടെ എത്തി. എന്തിന് സത്യം പറ, നിങ്ങൾ വല്ല ബാങ്കും കുത്തി തുറക്കാൻ പോവാണോ? എന്തായാലും പൈസ. അയ്യോ, ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട്, പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഞാൻ ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ട് അതിൽ നിന്ന് കൈയിട്ട് വരണം ആ പരിപാടി എനിക്കില്ല. ഇത് വേറെ. ഇത് നമ്മൾ വണ്ടി കച്ചവടം, വസ്തു കച്ചവടം, അങ്ങനെ കുറെ കൊട്ടേഷനിലൊക്കെ ഞാൻ തലവെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടാനുള്ള വിഹിതം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് പൈസ ഇപ്പൊ വരും. ആ പൈസ വരണം എന്നാണ് ഞാൻ നിന്റെ സ്വർണ്ണം എടുത്ത് തരാൻ പോകുന്നത്. എന്തിനിപ്പോ കാര്യം കേട്ടാ പോരെ? ചെവിയുണ്ടല്ലോ കേൾക്കണം. അതിന് മുഖത്ത് നോക്കണം. എന്തിനെന്ന് പറയാ? നിനക്ക് സ്വർണ്ണം പോലെ തങ്കം
കമ്മലും കൂടെ ഞാൻ മേടിച്ച് തരും, ഒരപ്പവനും കൂടെ ഇടൂലേ? ഇതിന്റെ പേരിൽ ഈ കുടുംബത്ത് വന്ന് ഒരാളും ബഹളം ഉണ്ടാക്കരുത്. അയ്യോ, എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം. എന്റെ കമ്മലും നിങ്ങൾ പണയം എടുപ്പിച്ചു തരണ്ട. ഓ എന്റെ പൊന്നെ, ലക്ഷങ്ങളുടെ കണക്ക് ആരെ കൊന്നിട്ടാണാവോ? കർത്താവിനാണ് ഇങ്ങനൊരു മുതല്. നിന്റെ സുഹൃത്തുക്കളൊക്കെ അതാ അവിടെ റോട്ടുമേല് ഈ പടിക്കകത്ത് പാടില്ല, മനസ്സിലായല്ലോ? ആരാണോ ചൂടാവുന്നത്? ചേട്ടാ ഇതോടെ കഴുകിയിടട്ടെ. ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്താ? അതിലാ ബാങ്കിൽ നിന്ന് കൊടുത്ത സ്വർണ്ണല്ലേ, ആ അതുണ്ട്, അതെടുത്തിട്ട് ആ ബാഗിലേക്ക് വെക്കും, എന്നിട്ട് കൊണ്ടാക്കി. ഇതുവരെ നിങ്ങളതെടുത്ത് മാറ്റി വെച്ചില്ലയോ? അപ്പൊ ഞാനാണ് എടുത്ത് വെക്കേണ്ടത്, നിനക്കറിയില്ല ആ ബാഗിൽ നിന്ന് പണം എടുത്ത സ്വർണ്ണയിൽ ഇരിക്കേണ്ടത്. അപ്പൊ നീയല്ലേ എടുത്ത് വെക്കണ്ടേ? നിങ്ങളുടെ ഉടുപ്പേ കിടക്കുന്ന സാധനം നിങ്ങളെടുത്ത് മാറ്റി വെക്കണ്ടേ? ഇത് കാണുന്നില്ലല്ലോ, ഇത് കാണുന്നില്ലല്ലോ. ചോദിച്ചാലും നോക്ക്. ഉണ്ടെങ്കി അറിഞ്ഞുകൂടെ? വെയിറ്റ് കാണത്തില്ലേ? ഇതിലൊന്നും ഇല്ല. ഇല്ലെന്ന് എന്താണ് നീ പറയുന്നത്? നോക്ക്. പിന്നെ നീ എങ്ങനെ എടുത്ത് ബാഗിൽ വെച്ചാ? ഞാൻ എടുക്കുന്ന എങ്ങനെയാ നിങ്ങളുടെ ഉടുപ്പിലെ സാധനം? ഞാൻ ബാഗിൽ ഒരു സാധനം ഒരു ഉത്തരവാദിത്തമില്ല. അത് എത്ര കാശ് ഉണ്ടാക്കിയിട്ടാണ് അത് പലിശ അടക്കം കെട്ടിയിട്ട് അത് എടുത്തിട്ട് വന്നത്. എവിടെ വെച്ചു? ഈശ്വര, നീ ഫോൺ എങ്ങാനും എടുക്കുമ്പോ എവിടെയെങ്കിലും വീണ് പോയോ? ആവശ്യമില്ലാത്ത പറയല്ലേ, നിങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നാമത് ഇത് ഇവിടെ കൊടന്നു വെച്ചിട്ട് നേരത്തെ ഐഡി ആരെങ്കിലും വന്നിട്ട് അതിന് കൈയിട്ട് എടുക്കൂലേ? വില കൂടി ഒരു സാധനം എവിടെ വെക്കേണ്ടതെന്ന് അറിയില്ലേ? ബോധം ചേത്ത പോത്ത്. വില കൂടിയ സാധനം ആയതുകൊണ്ടല്ലേ ഞാൻ ബാഗിൽ വെക്കാന്ന് പറഞ്ഞത് നിങ്ങളോട്. ദൈവമേ, അതിന് ഞാൻ എടി വരുന്ന വഴിക്ക് നിന്റെ കൂടെ ഞാൻ നടന്നു വരുമ്പോ ഫോൺ എപ്പോഴെങ്കിലും എടുത്ത് ആരെങ്കിലും വിളിച്ചു? 1-2 പ്രാവശ്യം ചേട്ടൻ ഫോൺ എടുത്തതല്ലയോ? ആ സമയത്ത് എങ്ങനെ താഴ്ത്തു പോയിട്ടുണ്ടാവും? അതറിയത്തില്ല ചേട്ടാ. എന്തൊരു കഷ്ടം നോക്കി. ചീര മൊത്തം മിച്ച കാശ് കയ്യിൽ കിട്ടിയപ്പോ ഇനി അത് ലേലം വിളിച്ച് പോണ്ടാച്ചിട്ടാണ് ആ കാശിനെ അതിരുത്ത്. അപ്പൊ തന്നെ എന്നോട് പലരും പറഞ്ഞു ഇതിന് വേറെ എന്തെങ്കിലും ചെയ്തൂടെ. പക്ഷെ എന്തൊരു എന്റെ സ്വർണം ഞാൻ അതെ, നമുക്ക് സ്റ്റേഷനിലൊന്ന് പരാതിപ്പെടാതെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് പോയി അന്വേഷിക്കാൻ നോക്കാം. ക്ലീറ്റോ ഉണ്ടോ അവിടെ? ക്ലീറ്റോ, ഒരു ഉത്തരവാദിത്തമില്ലാത്ത കഴുത്ത്. ക്ലീറ്റോ, ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ എവിടെയാണ് ഇരുന്നത്? പോയടിന്റെ മുതല് പോയടി. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഒരു പൊതി കിട്ടിയോ? മറ്റേ ഇതിന്റെ പലഹാരത്തിന്റെ പുതിയ അതല്ലടി, ഞാൻ വന്ന വഴിക്ക് നേരെ ഇവിടെ ഇരിക്കല്ലേ ചെയ്ത്. പോയിന്നാ തോന്നണത്. എന്താന്ന് പറ. ഇവളുടെ പണ്ടം ബാഗിലുണ്ടായിരുന്നു. അപ്പൊ ചീര മൊത്തത്തിലാണ്ട് വിറ്റ കാശ് കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇവളുടെ മോന്ത കാണാന്ന് കരുതിയിട്ട് ഇന്ന് വരുന്ന വഴിക്ക് ബാങ്ക് കയറിയിട്ട് ആ പണ്ടം എടുത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോ പണ്ടം കാണാനില്ലപ്പോ. സ്വർണം കാണാനില്ലേ? എന്തോന്നാണ് ഉത്തരവാദിത്വമില്ലാതെ ഈ കൊണ്ട് നടക്കുന്നത്? എന്തോന്ന് സ്വർണം കളിച്ച കാര്യമാണ്. എവിടെ പോയിന്ന് അറിയില്ല. എപ്പോഴേ പോയെങ്കിൽ കണക്കായി പോയി. ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങ് വന്നതേ അമ്മാവന്റെ സ്വർണം. ഉത്തരവാദിത്വം ഇല്ല. ഞാനതേ ഈ ജുബ്ബടെ കീശയിലിട്ടിരുന്നത് 2 പ്രാവശ്യം ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. അപ്പോഴെങ്ങാനും വീണ് പോയി. അപ്പൊ അത് തന്നെ കീശേന്ന് ചാടിപ്പോയിട്ടുണ്ട്. ഞാനത് എന്റെ ബാഗിൽ വെക്കാന്ന്. വരണ വഴിക്ക് ബാഗിൽ വെക്കാൻ പറ്റും. അപ്പൊ അത് കീശയിൽ വെച്ചു. അത് സാധാരണ സംഭവിക്കണല്ലേ? നമുക്ക് പോലീസിലൊന്ന് പറഞ്ഞാലോ? കനകനോ ഇവിടെ ഇല്ല. പോലീസിലൊന്നും പറയണ്ട, നമുക്ക് നോക്കാലോ. വഴിയൊന്നും നോക്കിട്ട് നിന്റെ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞു ഒന്ന് കിട്ടി ആരെങ്കിലും കൈ പോയി കാണും. അല്ല, അത് കിട്ടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അത് നോക്കണം. ആരെങ്കിലും അങ്ങനെ പോകില്ല. അതെ, നിങ്ങൾ രണ്ടാളും തരും, ഞാനും ചുപ്പിട്ടിട്ട് വരാം. അല്ല, അമ്മാവോടൊന്നോ ഞങ്ങൾ നോക്കിട്ട് വരാം. കിട്ടില്ല സ്റ്റേഷനിലൊന്നും പറയണത്. അമ്മാവ ആദ്യം നോക്കട്ടെ. വഴിയിലൊക്കെ നോക്കണേ. നോക്കാം. കിട്ടിയവര് കൊണ്ടുപോയി. അങ്ങനെ അവിടുന്ന് പണയപ്പാട് എടുപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വന്നോ? നേരെ അവിടുന്ന് ഇല്ല, നടന്നു. അത്ര ദൂരല്ലേ ഉള്ളൂ ഈ ബാങ്കിന്റെ അവിടുന്ന്. നടന്നു, അതാണ്ടായത്. ബാഗിലൊക്കെ പറഞ്ഞതായിട്ട് ഓട്ടോ വിളിച്ചു വരാന്ന്. ഈ മനുഷ്യൻ അന്നേരം നടക്കണം. ഇപ്പൊ എവിടുന്നൊക്കെ ഫോൺ വിളിച്ചെന്ന് വല്ല ഐഡിയ ഉണ്ടാവും? മോളിലെ നോക്കിയൊക്കെ അങ്ങോട്ട് കേരളന്റെ കുറച്ച് അപ്പുറത്തുനിന്ന് ഞാനേ അവിടുന്ന് ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവാ വേറെ എവിടെയെങ്കിലും കേറിയോന്ന് ഓർത്ത് നോക്കി. ഇല്ലേ, നേരെ വന്ന് ഇവിടെ കുട്ടിയുടെ കയ്യിൽ അങ്ങനെ കിട്ടിയില്ല. പിന്നെ അവന്റെ കയ്യിൽ കിട്ടി അവൻ അപ്പൊ തന്നെ തരൂലേ? ഞാനേ ആ മറ്റേ ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടോ നോക്കട്ടോ. എന്തോന്നാണ് ഇത്? വീട്ടിലെ സാധനം അമ്മയുടെ അങ്ങളല്ലേ? എനിക്കിപ്പോഴും എന്താ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറയാം റൊണാൾഡേ, ഈ സാധനം കിട്ടിയ അന്ന് പോലെ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഇത് നമുക്ക് അവകാശപ്പെട്ടതല്ല, നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് എൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളക്കായിരുന്നു. അപ്പോൾ അത് സംഭവം ശരിയല്ല. മുതലമ്മാവൻ്റെ ആണെന്ന് തെളിഞ്ഞല്ലേ? അല്ലതിപ്പോ അമ്മാവൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാവന് കൊടുക്കണത് സാധനം അല്ല, സാധനം ചെയ്യുമ്പോ ഉണ്ണി കൊണ്ടുപോയി. എപ്പാ? ബാത്റൂമിൽ പോയപ്പോ മച്ചണ്ട്
നിന്റെ ഉടായ്പൊന്നും എൻ്റെ അടുത്ത് കാണിക്കല്ലേ റൊണാൾഡേ. നമുക്ക് അവകാശപ്പെടാത്തത് നമ്മളത് എടുക്കരുത്, അർഹതപ്പെട്ടതേ എടുക്കാവൂ. അല്ല കർത്താവ് മേളി ഇരിപ്പുണ്ട്. അച്ഛൻ ഇത് കിട്ടുന്ന പൈസക്ക് ബാത്റൂം ശരിയാക്കി ഞാൻ റോസ്മേരിക്ക് വാക്ക് കൊടുത്തത്. നാളെ മെറ്റിൽ മണലും കൊണ്ടിറക്കും. ഞാൻ അവരോട് എന്താ പറയും? എനിക്ക് കൊണ്ടൊരു ബാധ്യത അറിയാല്ല. സംഘത്തിലെ പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിൽ കയറി അല്ല കളിക്കാനുള്ളത്. അമ്മാവൻ്റെ മുതൽ ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണം. അല്ല തിരിച്ചു കൊടുക്കാം. അതിനകത്തുനിന്ന് ഒരു കൊച്ചുമാല നമുക്ക് അത്യാവശ്യം ഒരു കൈമാറ്റം. എടാ നമ്മൾ ഒരു കൊലപാതകം ചെയ്താലും 10 കൊലപാതകം ചെയ്താലും കൊലപാതകം. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒന്നും എടുക്കരുത്. കള്ളൻ എന്ന പേര് കിട്ടും. റൊണാൾഡോ ഇത് നമുക്ക് കിഴക്കേ വീട്ടിലെ പത്രോസ് കൊടുക്കാണെന്ന് വിളിച്ച് ചീത്ത വിളിച്ചോളൂ. റോസ്മേരിയുടെ അപ്പൻ അവർ അയ്യ മൊത്തം തൂറി കാറ്റിക്കൊണ്ടിരിക്കും. കുറച്ച് ദിവസം അങ്ങോട്ട് അങ്ങനെ അടക്കാൻ പറ. അതെ ഇതിപ്പോൾ ഒന്നുമില്ല. നമുക്ക് ഇതുകൊണ്ട് കൊടുത്തിട്ട് അമ്മാവൻ്റെ എന്തെങ്കിലും സ്നേഹത്തോടെ വാങ്ങിക്കാം. ചെറിയ പാരിതോഷികം എന്തെങ്കിലും തരാൻ പറയാം. എന്തായാലും 3-4 ലക്ഷം രൂപയുടെ മുതലാണ്. അത് ഞാൻ പറയാം. എന്തായാലും 10-25,000 രൂപ വാങ്ങിക്കാം അമ്മാവൻ്റെ. 25 കിട്ടും. എനിക്കെന്തോ 25 കിട്ടിയാൽ 60-40. അതെങ്ങനെ കരാറിപ്പോ പെട്ടെന്നൊരു മാറ്റം? എന്നാ പോട്ടെ 40-60. അത് ശരിയാവത്തില്ല. അത് മതി. 50-50. അമ്മാവൻ എത്ര വരുന്നു അതിന്റെ പപ്പാതി. ഇനിയിപ്പോൾ അമ്മാവ് ഒന്നും തന്നില്ലേലും നമ്മൾ സന്തോഷത്തോടെ ഇതും കൊടുക്കുന്നു. അപ്പോൾ ആവശ്യം എനിക്കുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു ശരി നമ്മുടെ അമ്മാവൻ്റെ ഇല്ല കൊടുക്കാം. അല്ല ഇത് എങ്ങനെ എവിടെ വെച്ച് കിട്ടിയെന്നൊക്കെ എങ്ങനെ പറയും? ഇവിടെ എവിടെയെങ്കിലും കിടന്നു. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു മറ്റേ പൂച്ച ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പൂച്ചയെ ഓടിച്ചിട്ട് എടുത്തു. എന്ന് പറയാം. ശരി നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. കർത്താവ് വേറെ തരും നമുക്ക്. ഞാൻ ഗിരിരാജനാണേ. അതെ ചീരത്തോട്ടൊക്കെ ഉള്ള. ഞാൻ മറ്റേ വൈഫിൻ്റെ കുറച്ച് സ്വർണ്ണം അവിടെ പണയം വെച്ചത് എടുക്കാൻ വന്നിരുന്നല്ലോ. അതെ എടുത്തു. പക്ഷെ ഞാൻ കാശ് എണ്ണി തരണ സമയത്തെ ഈ സ്വർണ്ണെങ്ങാനും അവിടെ വെച്ചോ എന്ന്. അല്ല അതായത് നിങ്ങളെനിക്ക് തന്നോ ഞാൻ എടുത്തോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല അങ്ങനെയല്ല. അല്ല അതെന്താ അറിയോ, അത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ കയ്യിൽ കാണാനില്ല. അത് ബാഗിൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ആർക്കെങ്കിലും കിട്ടിയോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഉണ്ട്, അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഒന്ന് അന്വേഷിക്കുമോ അത് കിട്ടിയോന്ന് അറിയാൻ? ഓർമ്മയുണ്ട്. എനിക്ക് തന്നത് ഓർമ്മയുണ്ട്. ഞാൻ കാശും തന്നതാണല്ലോ. അതെ അല്ല അത് ഞാൻ ഇനി ധൃതിയിൽ ഞാൻ എടുത്ത് എൻ്റെ ജുബയുടെ പോക്കറ്റിലിട്ടു. അത് ഞാൻ അവിടെ എവിടെയെങ്കിലും വെച്ചോ എന്നൊരു സംശയം. കാണാനില്ല. അതാ അതെ ഒന്ന് നോക്കൂ. അവിടെ ഉള്ളവരോടൊന്ന് ചോദിച്ചാൽ മതി. കിട്ടിയ വളരെ ഉപകാരമായിരുന്നു. അന്വേഷിക്കുന്നുണ്ട്, ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എവിടെ പോയി എന്നറിയില്ല. ഒന്ന് നോക്കിയിട്ട് വിളിക്കണേ. ശരി അന്വേഷിക്കണ്ട. ഞാൻ ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത്. സ്വർണത്തിന് ഇപ്പോൾ ഇത്രയും വില നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. കഴുത്തിലുണ്ടോ കയ്യിലുണ്ടോ, ഈ പണയം വെച്ചത് പോക്കറ്റിലുണ്ട്. ഇത് പോക്കറ്റിൽ ആരെങ്കിലും ഇട്ടുകൊണ്ടിരുമോ അമ്മാവാ? ഇത് മണ്ടത്തരമാണ് കാണിച്ച. എടാ ഇതൊക്കെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഞാൻ നോക്കും. അത് ഈ പ്രായത്രയൊക്കെ ആയില്ലേ, അത് മേടിച്ച് കീശയിലിട്ടു. പിന്നെ അതിന്റെ ധാരണ വിട്ടു. അതാണ് 2 രൂപയല്ല, രൂപ 60,000 ഒരു പവന്റെ വില. അതെ അതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ആരുടെയെങ്കിലും കൈ കിട്ടിയാൽ സ്വർണം തിരിച്ചു തരും. അവർ കൊണ്ടുപോകും. പിന്നെ അത് പോയി. അതെങ്ങും പോയില്ല. എന്തായാലും ഭാഗ്യമുണ്ടമ്മാവന്. എന്തേ കർത്താവ് അനുഗ്രഹിച്ചതേ. ഞങ്ങൾ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ യവന് കിട്ടിയ അമ്മാവാ. തരാം. പിന്നെ വേറൊരു കാര്യം, എന്തായാലും ഇത്രയും വിലക്കുള്ളൊരു മുതൽ അമ്മാവന് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരു പാരിതോഷികമായിട്ട് ഇവൻ എന്തേലും കൊടുക്കണം. അവന് ഒരു 25,000 രൂപ അവന് കക്കൂസ് മറിഞ്ഞ് പണി ഇറങ്ങാം. അതിന് വേണ്ടി എന്ത് വർത്താനാണ് ഈ പറഞ്ഞത്? ഇത്രയും വിലപിടിപ്പുള്ള ഒരു മുതൽ കിട്ടിയിട്ട് എനിക്ക് തിരിച്ചു തരുമ്പോ നിനക്ക് 25,000 എന്തിന്? ആ കക്കൂസന്നെ ഞാനാണ് കെട്ടിത്തരും. ആ കക്കൂസൊന്നും കെട്ടി കൊടുക്കണ്ട. അമ്മാവൻ കക്കൂസ് കിട്ടുള്ള പൈസ എന്റെ ഏൽപ്പിച്ചാൽ ഞാൻ ഉത്തരവാദിത്തമായിട്ട് അത് ചെയ്ത് കൊടുത്തോളാം. ഞാൻ ഒരു കുളിമുറി കൂടെ കെട്ടി കൊടുക്കാം. പിന്നെ ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എനിക്കറിയാം. അമ്മായിയെ നല്ല മുതല അധ്വാനിച്ചുണ്ടാക്കിയതാണേ. അതെവിടെയും പോവില്ല. അത് അമ്മായിയെ വിളിച്ചിട്ട് കൊടുക്ക് സന്തോഷത്തോടെ. സന്തോഷം കണ്ട ഇത് ഒരുപാട് ഉരുപ്പിടി ഉണ്ടല്ലോ. വളയും നെക്ലേസൊക്കെ. എടാ എന്റെ കയ്യിൽ നിന്ന് പോയത് ഗിരിജയുടെ ഒരു 3 പവന്റെ ചെയിനാണ്. ഇത് അമ്മാവന്റെ അല്ല. അല്ല എടാ അപ്പൊ എന്റെ ചെയിനോ?
News.